ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതലേ ചോദിക്കുന്ന ഒരു കാര്യമാണ്. പടങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പ് ഉണ്ടോ, വെബ്സൈറ്റ് ഉണ്ടോ, ചാനലുണ്ടോ എന്നിങ്ങനെയൊക്കെ. അന്ന് മുതൽ നിരവധി അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ ചാനൽ ഉപയോഗിച്ചവർക്കും പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നന്നായിട്ട് അറിയുന്ന കാര്യവുമാണ്. ഒന്നൊക്കെ നല്ല സൊല്യൂഷൻ നൽകിയിരുന്നെങ്കിലും ഇപ്പോഴും ആ ചോദ്യം ആവർത്തിച്ച് വരുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ 2 സൈറ്റുകളെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ് സൈറ്റ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ സാധിക്കാത്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പ് ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സൈറ്റുകളെന്നും എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്നും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വലിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കൃത്യമായിട്ട് ആ സൈറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ എനിക്കിവിടെ തരാൻ സാധിക്കുകയില്ല. കാരണം യൂട്യൂബിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷന് നിരക്കാത്ത പൈറസിയുമായി ബന്ധപ്പെട്ടുള്ള 2 സൈറ്റുകളാണ്. ഒന്ന് തമിഴമിയും മറ്റൊന്ന് ഹൈസിനിയും. ഈ 2 സൈറ്റുകളിൽ നിങ്ങൾക്ക് പുതിയതും പഴയതുമായ എല്ലാ പടങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും, അതും 4K ക്വാളിറ്റി വരെയുള്ളത്. പക്ഷേ ഇതിൽ നമുക്ക് പല പ്രശ്നങ്ങളുമുണ്ട്. ഞാൻ പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നതെങ്കിലും നമ്മൾ പ്രധാന ഉദ്ദേശമായ ഡൗൺലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ പിന്നാമ്പുറത്ത് കിടക്കുന്നുണ്ട്. അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ പഴയ ചാനൽ നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണവും ഇതുതന്നെയായിരുന്നു. ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തതുകൊണ്ട് അതിന് ലഭിച്ച സ്ട്രൈക്ക് കാരണം ഒരുപാട് കാലം നടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ആ ഒരു ചാനൽ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കി തരുന്നതിന് പകരം ആവശ്യമായ സൈറ്റുകളുടെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിക്കൊണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടും വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാം, മലയാളത്തിൽ തന്നെ വായിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള സൈറ്റുകൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അഥവാ ഇങ്ങനെയുള്ള സൈറ്റുകളിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് പൈറസിയെ വല്ലാതെ ബാധിക്കുന്നൊരു വിഷയമാണ്. തിയേറ്ററിൽ റിലീസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ സൈറ്റുകൾ ലഭിക്കുന്നു. അത് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. മാത്രമല്ല OTT നിരവധി ക്യാഷുകൾ ചിലവഴിച്ച് പടങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന നിർമ്മാതാക്കളും മറ്റുമുള്ള പ്രൊഡക്ഷൻ കമ്പനികൾക്കൊക്കെ വളരെ നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെയുള്ള സൈറ്റുകളിലൂടെ പടങ്ങൾ ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴികൾ മാത്രം തിരഞ്ഞെടുക്കുക. അതുപോലെ ഇതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതും പോപ്പപ്പ് ആഡുകളും വൈറസുകളുമാണ്. പോപ്പപ്പ് ആഡുകളിലൂടെ ലഭിക്കുന്ന മറ്റു വിൻഡോകൾ ഓപ്പണായി വരുന്ന ഡൗൺലോഡ് ബട്ടണുകൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടങ്ങൾക്ക് പകരം വൈറസുകളായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോപ്പപ്പ് ആഡുകൾ വരികയാണെങ്കിൽ നിങ്ങൾ ആ വിൻഡോ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യുക. യാതൊരുവിധ ഡൗൺലോഡ് ബട്ടണുകളിലും പ്രസ് ചെയ്യാതിരിക്കുക. ഈ സൈറ്റുകളെല്ലാം നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും അതുപോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിലും ഉപയോഗിക്കാൻ സാധിക്കും. ഏതിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിലൊക്കെ ഇത്തരത്തിലുള്ള പോപ്പപ്പ് ആഡുകളുടെയും മാൽവെയറുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതല്ലാതെ പോപ്പപ്പ് ആഡുകളിൽ വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള APKകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മാൽവെയറുകളോ ഇൻസ്റ്റാൾ ആവുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളൊരു അഡ്വൈസിലൂടെ മാത്രമാണ് എനിക്ക് ഈ സൈറ്റുകളെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർക്കുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ അടങ്ങുന്ന ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാം. 2 സൈറ്റുകളും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആവശ്യമുള്ളത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ച സൈറ്റുകൾ പരിചയമുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മടിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.